ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ഷാമൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് മുത്തശ്ശി വരുണും അതുപോലെ കൽപ്പനയും മുത്തശ്ശി ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ്. നീ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും ആ മോളൊന്നും പറയാണ്ട് പോയില്ലേ, അതാണ് ജനിച്ച കുടുംബത്തിൻ്റെ മഹിമ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആടയാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് മറ്റുള്ളവരെ ഭ്രമിച്ച് നടന്നാൽ പോരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി കൽപ്പനയോട്. നല്ലൊരു മനസ്സ് വേണം അവളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് കൽപ്പന. ഇതെല്ലാം പ്രിയങ്ക വാതിലിൻ്റെ ചാരി നിന്നിട്ട് സൈഡിലായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി വരുണിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി വരുണിനോട് പറഞ്ഞിടാ നീ ചെന്ന് റെഡി ആവാൻ പറയുന്നുണ്ട്. വരുൺ അവിടെ നിന്ന് സോഫയിൽ നിന്ന് പുതപ്പും ഇതൊക്കെ എടുത്ത് പോകുന്നത് മുത്തശ്ശിയും പോകുന്നുണ്ട്. പക്ഷെ കൽപ്പനയെ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ കൽപ്പനയെ പ്രിയങ്ക ഒളിഞ്ഞു നിന്ന് നോക്കുന്നുമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൽപ്പന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കരുതി കുട്ടി കുനിഞ്ഞെറിഞ്ഞിരിക്കുക, അവളെ കൊണ്ട് എത്ര നാൾ ഇതിനൊക്കെ കഴിയുമെന്നൊന്ന് എനിക്കൊന്ന് കാണണം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കൽപ്പന. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശ്യാമയും അശ്വതിയും കൂടി കാറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അശ്വതി ശ്യാമയോട് ചോദിക്കുന്നുണ്ട്, ശ്യാമ എത്ര കാലം നിൻ്റെ മോളെ ഇങ്ങനെ നമ്മൾ തിരഞ്ഞ് നടക്കുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് എനിക്കറിയില്ല, അവളെ കാണുന്നത് വരെ നമ്മളിങ്ങനെ ഇതാക്കുന്നുണ്ട്. ശ്യാമ ഇരുന്ന് ഡ്യൂർപ്പോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അശ്വതിയോട്. എനിക്ക് ആ ക്ഷേത്രത്തിൽ തിരുമേനിയോട് ഒന്ന് ചോദിക്കണം, എനിക്ക് അവിടെ രാപ്പകൽ ഉപവാസത്തിന് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അശ്വതി ചോദിക്കാം അതെന്തിനാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്യാമയോട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അവരതിനെ അനുവദിക്കുമെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും, ദിവസമൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നില്ലെങ്കിൽ ആ ഉപവാസം കഴിയുന്നതിന് മുമ്പ് എനിക്ക് ഭഗവാൻ എൻ്റെ മകളെ എനിക്ക് കാണിച്ചു തരുന്നു ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭഗവാന്റെ നടയിൽ തന്നെ എനിക്ക് അവസാനിക്കാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അശ്വതി പറയുന്നുണ്ട് എന്താ ശ്യാമ ഇതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ജന്മം ജീവിച്ചിരിക്കുമ്പോൾ പറ്റിയല്ല, മരണം കൊണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് കുറച്ച് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അശ്വതി ശ്യാമയെ ശകാരിക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അശ്വതി പറയുന്നുണ്ട് തൽക്കാലം ഞാൻ പറഞ്ഞത് എന്തായാലും തിരിച്ചെടുത്തു, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് വേവലാതിപ്പെടണ്ട, തൽക്കാലം നമ്മൾ പൂക്കടയിലേക്ക് പോകുമെന്ന് തിരുമേനോട് പറഞ്ഞ് പൂജയ്ക്കുള്ള പൂവ് നമുക്ക് അവിടെ കൊടുക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് തിരുമേനിയോട് പറഞ്ഞിട്ട് പ്രത്യേക പൂജ ഇന്നും നടത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്യാമ പറയുന്നുണ്ട് കാണാത്തതിൽ നിരാശയുണ്ടെങ്കിലും കാണാനുള്ള പ്രതീക്ഷ വർദ്ധിക്കുക നിത്യമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നടത്തും ഭഗവാനെല്ലാം നടത്തും എന്ന് പറഞ്ഞിട്ട് നെടുവീർപ്പോട് കൂടി ശ്യാമ അതിലിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് രാധികയും അച്ഛനും കൂടിയിട്ട് ഒരു പൂക്കടയിൽ ഇങ്ങനെ വന്ന് പൂജ സാധനം വിൽക്കുന്ന ഒരു കടയിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പയ്യൻ ചോദിക്കുന്നുണ്ട് എന്താ തിരുമേനി ഇന്നെന്താ പ്രത്യേക പൂജ വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട് ഇല്ലടോ പൂജയൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊരു സിനിമ ഷൂട്ടിങ്ങുകാർ വന്നില്ലേ, അപ്പോൾ അവർക്ക് അമ്പലം ഷൂട്ടിങ്ങിനായി വേണമെന്ന് പറഞ്ഞു, അപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ തിരുമേനി സംഘടിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള സാധനങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ ചോദിക്കുന്നുണ്ട് ഹാരം എത്ര വേണം, 5 എണ്ണം മതിയോടോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അശ്വതിയും ശ്യാമയും ആ പൂക്കടയ്ക്ക് മുന്നിൽ എത്തുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അശ്വതി നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ ശ്യാമ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ശ്യാമ പറയും വേണ്ട ചേച്ചി ഞാനും വരാമെന്ന് ഇങ്ങനെ പറയും, ആൾക്കാരൊക്കെ കണ്ടാൽ പിന്നെ അതൊരു പ്രശ്നമില്ല, ഞാനും കൂടി വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാറിൻ്റെ അടുത്ത് നിന്ന് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്പൂതിരി അപ്പുറത്ത് പൂക്കടയിൽ നിന്ന് പറയുന്നുണ്ട് ഈ സിനിമ ഷൂട്ടിങ്ങുകാരൊക്കെ എങ്ങനെ ഇരിക്കാവോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറഞ്ഞു നല്ലവരായിരിക്കും എന്നിങ്ങനെ രാധികയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമയും അശ്വതിയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റോഡ് സൈഡിൽ നിന്ന് 2 പെൺകുട്ടികളും പോകും. അത് നമ്മുടെ സിംഗർ ശ്യാമ മാഡം അല്ലേ, നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ശ്യാമയോട് കുശലം ചോദിക്കുന്നുണ്ട് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന്. അങ്ങനെ ശ്യാമ സെൽഫി എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. ഇതിനിടയിൽ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വീണ്ടും നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പുറത്തായിട്ട് രാധികയും നമ്പൂതിരിയും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ശ്യാമ പൂക്കടയിലേക്ക് കയറി ചെല്ലുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്പൂതിരി രാധിക അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്യാമ പൂക്കടയിലേക്ക് അവർ പൂ വാങ്ങിക്കാനായി പോകുന്നുണ്ട്. പക്ഷേ ശ്യാമയുടെ ഫോട്ടോ എടുത്ത 2 പെൺകുട്ടികൾ രാധികയെ കാണുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും പറഞ്ഞിട്ട് ശ്യാമ മാഡത്തിൻ്റെ അതേ രൂപമുള്ള പെൺകുട്ടി നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ നേരെ റോഡ് ക്രോസ് ചെയ്ത് ശ്യാമയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ശ്യാമ മാഡത്തിൻ്റെ മകളാണ് ഞങ്ങൾ കണ്ട പെൺകുട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ ശ്യാമ ആകെ അന്തളിക്കുന്നുണ്ട് കേട്ടോ. അശ്വതിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ എവിടെയെന്ന് ഇങ്ങനെ തൊണ്ടയിടറ് ശ്യാമ ചോദിക്കുന്നുണ്ട്. ദേ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ശ്യാമ കാണുന്നുണ്ട് ദേവനാരായണ നമ്പൂതിരിയുടെ കൂടെ രാധിക ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ശ്യാമ ഒന്നും നോക്കാതെ റോഡ് വീണ്ടും അപ്പുറത്തേക്ക് ഇവർ പോയ വഴി നോക്കിയിട്ട് മോളേന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഓടുന്നുണ്ട്. പിന്നാലെ അശ്വതിയും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ ഓടുന്നത് ഇടയിൽ എതിരെ വന്നൊരു കാറ് ശ്യാമയെ ഇടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ശ്യാമ ബോധം പറ്റി വീഴുന്നുണ്ട്. അശ്വതി വന്നിട്ട് ശ്യാമയെ ഒന്ന് കണ്ണ് തുറക്കുന്നു എടുക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ശ്യാമ പറയുന്നുണ്ട് കേട്ടോ.
ശ്യാമല്ല സോറി അശ്വതി പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു ഡോക്ടർ വരുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ അശ്വതി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ടെൻഷൻ അടിക്കേണ്ട, ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നത് തലയിൽ മുറിവിന് അല്പം ആഴമുണ്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വതി ഞാൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വിശദമായി ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയും. അശ്വതി പറയുന്നുണ്ട് സാർ എനിക്ക് 2-3 കോളൊന്നും ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വതി കോൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രാധിക വിളക്ക് തെളിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോഴേക്കും അമ്പലത്തിൽ ഷൂട്ടിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അണിയിച്ച് ഒരുക്കുന്നുണ്ട്. നമ്പൂതിരി മോളോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എല്ലാം ഒരുക്കങ്ങളും കഴിയാറായോ എന്ന് ചോദിക്കുമ്പോൾ കഴിയാറായി അയച്ചാന്ന് അറിയാം, എന്തായാലും ഭംഗിയാക്കി കൊടുക്കുക എന്നിങ്ങനെ രാധികയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അസിസ്റ്റൻ്റ് എന്ന് തോന്നിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് പറയുന്നുണ്ട്. അതിലത്തെ ഒരു ആർട്ടിസ്റ്റിനോട് പറയുന്നുണ്ട് എന്ത് ചെയ്യാനും തിരുമേനോട് സമ്മതം ചോദിച്ചിട്ട് ചെയ്യാവോ എന്ന് പറയുന്നുണ്ട്. അവിടേക്ക് ഡയറക്ടറും കൂട്ടാളികളും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഡയറക്ടർ വന്നിട്ട് തിരുമേനിയോട് തിരുമേനി ഞാൻ വേറൊരു അമ്പലമാണ് ക്ഷേത്രമാണ് കരുതി വെച്ചിരുന്നത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇതാണ് അതിന് കരുതി വെച്ചിട്ടുള്ള ക്ഷേത്രം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ദൈവചൈതന്യമുള്ള അമ്പലമാണ്, ഒരു കാലത്തും ഒരു കുറവും ഇവിടെ വന്നിട്ടില്ല എന്നിങ്ങനെ തിരുമേനി പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ജീവയെ കാണിക്കുന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്നതായിട്ട് കേട്ടോ. രാധിക ഡയറക്ടറോട് ചോദിക്കുന്നുണ്ട് സാർ എന്ന് വിനയ മാഡം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എപ്പോഴത്തെ ഞങ്ങൾ വിനയ മാഡത്തിനെ വെച്ചിട്ട് ആദ്യം ഷൂട്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രാധികയോട് ഡയറക്ടർ. എന്നിട്ട് രാധിക അച്ഛനോട് പറഞ്ഞത് അച്ഛൻ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധിക വെള്ളം എടുക്കാനായിട്ട് കുടമുഴത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജീവ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ജീവ രാധികയെ കാണുന്നുണ്ട്. രാധികയെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ ജീവ. അങ്ങനെ രാധിക കുറച്ച് നേരം ഒരു അമാന്തിച്ച് നിന്നിട്ട് വെള്ളം എടുക്കാനായിട്ട് കുളക്കടവിലേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രാധിക ഇങ്ങനെ വെള്ളം കുടത്തിൽ കോരുന്ന സമയത്ത് ജീവൻ ബാക്കിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധിക കുടം വെള്ളമായിട്ട് കൽപ്പടം ഇങ്ങനെ കയറി വരുമ്പോൾ ജീവൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു, കുട്ടിയുടെ പേരെന്താ രാധിക എന്നാണ് കൊടുത്തത്, നമ്പൂതിരിയുടെ മകളാണല്ലേ, ഞാൻ ഇന്നലെ തന്നെ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു, എന്താണെന്നറിയില്ല, കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊരു ഇഷ്ടം, ഞാൻ ഈ പാരമ്പര്യവും ഇതൊക്കെയുള്ള തറവാട്ടിൽ ജനിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു സിനിമ നടനാണ്, ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്നൊന്നും കരുതണ്ട, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് എൻ്റെ മനസ്സിൽ ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരിഷ്ടം പറയാൻ തോന്നി. അത് ഇയാളോട് ഞാൻ പറയുകയാണ്, എനിക്ക് കുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അതെന്തിനാ എന്നോട് പറയുന്നത് വെച്ചുമ്പോൾ എനിക്ക് കുട്ടിയെ ഇഷ്ടമായതുകൊണ്ട് തന്നെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ജീവൻ രാധികയോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജീവൻ പറയുന്നുണ്ട് നമുക്കൊരു ലവ് സ്റ്റോറിയുടെ ആവശ്യമൊന്നുമില്ല, എൻ്റെ വിവാഹത്തിനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് ആകെ പകച്ച് നിൽക്കുന്നുണ്ട് രാധിക കേട്ടോ. എൻ്റെ ജീവ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ച് വീട്ടുകാരോട് സമ്മതം പറഞ്ഞു, വീട്ടുകാർ തൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, പക്ഷേ തൻ്റെ സമ്മതമാണ് എനിക്ക് അറിയേണ്ടതെന്ന് ഇങ്ങനെ ജീവൻ ഇങ്ങനെ രാധികയോട് പറയുന്നുണ്ട്. രാധിക പക്ഷേ ആലോചിക്കുന്നത് ഇതുപോലെ തന്നെയായിരുന്നു വരുണും ചോദിച്ചിരുന്നത്. ആ ഒരു ഭാഗം രാധിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വരുൺ ഇതുപോലെ ഇഷ്ടം പറഞ്ഞ ആ ഒരു ദിവസത്തെക്കുറിച്ച്. അങ്ങനെ രാധിക അമ്മാന്തിച്ചിട്ട് വിക്കി എന്താ പറയാനിങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ജീവ പറയുന്നുണ്ട് ഇപ്പോഴൊന്നും പറയണ്ട, ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഡയറക്ടറും അസിസ്റ്റൻറ്റ് ഡയറക്ടറും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ജീവ ഷോർട്ട് റെഡിയായി വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ ജീവൻ്റെ ദേ വരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ജീവ ഇത്ര പറഞ്ഞിട്ട് നമുക്ക് കാണാം ശരിയാണെന്ന് പറഞ്ഞിട്ട് ജീവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനൊന്നും മറുപടി പറയാനോ ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ് രാധിക. പിന്നെ കാണിക്കുന്നത് ദേവനാരായണ നമ്പൂതിരിയെ വിനയപ്രസാദ് ഒരുങ്ങുന്നത് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരിങ്ങനെ ഷൂട്ടിങ് കാണാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദിനോട് ഡയറക്ടർ പറയുന്നുണ്ട് ഷോട്ട് റെഡിയായി വിനയാന്നിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ സാറിന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വിനയപ്രസാദ്. അത് എന്നെ കഴിഞ്ഞിട്ട് വിനയപ്രസാദ് ഇങ്ങനെ ഷൂട്ടിങ് റെഡിയായി വിനയപ്രസാദിനോട് ഇങ്ങനെ ഷോട്ട് റെഡിയാന്ന് പറയുന്നുണ്ട്, ആക്ഷൻ പറയുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് അമ്പലത്തിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അങ്ങനെ വിനയപ്രസാദ് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഡയറക്ടർ പറയുന്നുണ്ട് ജീവ റെഡി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജീവൻ ബാക്കിൽ ഇങ്ങനെ മുണ്ടും നേരിയത് ഇങ്ങനെ ഇട്ടിട്ട് തോളിൽ കൂടെ കസവിൻ്റെ മുണ്ടൊക്കെ ഇട്ടിട്ട് അതിസുന്ദരനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗമാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവർ ആ നിൽക്കുന്ന ഭാഗത്തായിട്ട് ജീവ രാധികയെ നോക്കുന്നുണ്ട്. രാധികയ്ക്ക് എന്തോ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ബാക്കി എല്ലാവരും നമ്പൂതിരി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വിനയപ്രസാദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭാഗമായിട്ട് ഡയറക്ടർ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വിനയപ്രസാദിൻ്റെ വിളക്ക് വെച്ച കല്ലുമേൽ നിന്നിട്ട് വിനയപ്രസാദിൻ്റെ സാരി ഇങ്ങനെ തീ പിടിക്കുന്നുണ്ട്. രാധിക അത് കണ്ടിട്ട് ഓടി ചെന്നിട്ട് ആ സാരിയിലത്തെ തീ അണക്കുന്നുണ്ട്. അങ്ങനെ രാധികയുടെ കൈയൊക്കെ വല്ലാതെ പൊള്ളുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഡയറക്ടർ ചോദിക്കുന്നുണ്ട് ആരും ഈ ഇടയിൽ കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചൂടായി വരുന്നുണ്ട്. പക്ഷേ രാധിക തീയൊക്കെ തല്ലിക്കെടുത്തി. അങ്ങനെ ഡയറക്ടർ കുഴപ്പമില്ല മാഡം, അത് അവർ നോക്കിക്കോളും, നമുക്ക് ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ വിനയ് പ്രസാദ് പറയും ആ കുട്ടി എന്നെ രക്ഷിക്കാൻ വന്നതല്ലേ, എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ, സിനിമ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യത്വമില്ലായ്മ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിനയ് പ്രസാദ് ചൂടാവുന്നുണ്ട് കേട്ടോ. ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വിനയ് പ്രസാദ് പറയുന്നുണ്ട് ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ സൂര്യ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി പണ്ട് മോളെ പൂജ കഴിഞ്ഞിട്ടില്ല, അച്ഛൻ എങ്ങനെ കുട്ടിയുടെ കൂടെ വരാമെന്ന് പറയാം. അപ്പോൾ വിനയ് പ്രസാദ് പറയും തിരുമേനി പോകണ്ട, കുട്ടീൻ്റെ ഇവിടെ ആളുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനയ് പ്രസാദ് പറയുന്നുണ്ട് ഞാൻ കുട്ടി കൊണ്ടുപോയിക്കോളാം മാഡം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു നിങ്ങൾക്കൊക്കെ ജോലിയുള്ളതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ അനിയത്തിയെ കൂട്ടി കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയിക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യപ്രകാശ് മാഡം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നീ കൊണ്ടുപോകണം, ഞാൻ കൊണ്ടുപോയിക്കോളാം, വണ്ടി വേഗം റെഡിയാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡയറക്ടറോട് പറയുന്നുണ്ട് സോറി സാർ, എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ പ്രവർത്തിക്കാനേ കഴിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധയെ പറയുന്നുണ്ട് വേണ്ട മാഡം, ഞാൻ ഇവിടെ നിന്ന് വല്ല നെയ്യോ മറ്റെടുത്ത് പറ്റിക്കോളാം എന്നിങ്ങനെ പറയുമ്പോൾ വിനയ് പ്രസാദ് പറയുന്നുണ്ട് അത് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല, വേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരുമേനി വിനയ് പ്രസാദ് പറയുന്നത് മനസ്സങ്ങ് വല്ലാതായി പോയി എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വേഗം മരുന്ന് വെച്ചിട്ട് വരാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വിനയ് പ്രസാദിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മാറാൻ വിളിക്കുന്നുണ്ട് കേട്ടോ അസിസ്റ്റൻ്റ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവർ രാധികയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ശ്യാമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഭാഗമാണ്. അശ്വതി വെപ്രാളത്തോടുകൂടി നിൽക്കുന്നുണ്ട്. ഡോക്ടർ പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് അശ്വതി ശ്യാമയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പുറം ശ്യാമക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡോക്ടർ. മേ ബി ബ്ലഡ് കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ ആളുകളൊന്നും എത്തിയിട്ടില്ലേ എന്നിങ്ങനെ ഡോക്ടർ അശ്വതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അശ്വതി പറയുന്നുണ്ട് ശ്യാമയുടെ കാര്യം നോക്കുന്നത് ഐശ്വര്യയാണ്, പിന്നെ മാലിന്യുണ്ട് അസിസ്റ്റൻ്റായിട്ട്, അവളെ വിളിച്ചിട്ടൊന്നും റീച്ചബിളും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ബ്ലഡ് എത്രയും പെട്ടെന്ന് വേണം, റെയറായിട്ടുള്ള ബ്ലഡാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാൻ അശ്വതി ഡോക്ടറോട് പറയുന്നുമുണ്ട് കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട് ശ്യാമയുടെ ഇത്ര പോപ്പുലറായ ആളെയിൽ ഒരു സോഷ്യൽ മീഡിയ മെസ്സേജും അതിൽ ഇതൊക്കെ റെഡി ആവാണെന്നിങ്ങനെ ഡോക്ടർ അശ്വതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ബ്ലഡിനുള്ള അറേഞ്ച് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അശ്വതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ അത് ശരിയാവില്ല, എല്ലാവരും അറിയാം, അത് ശ്യാമയ്ക്ക് അത് ഇഷ്ടമാകില്ല എന്നിങ്ങനെ പറയാം, വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അശ്വതി. അങ്ങനെ അശ്വതി അങ്ങനെ ഫോൺ ആർക്കോ ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് രാധികയും കൊണ്ട് വിനയ് പ്രസാദ് ഹോസ്പിറ്റലിലേക്കാണ് അശ്വതി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വരുന്നൊരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ.